ശ്രീ പ്രശാന്ത്, ഈ സനാതനധർമ്മത്തെ പിടിച്ചു ചൊല്ലിയുള്ള വലിയ ചർച്ചയാണ് സമീപകാലത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ തമിഴ്നാട്ടിൽ നിന്നും നേരത്തെ തുടങ്ങിയതാണ് അല്ലേ? അവിടെ സ്റ്റാലിൻ തുടങ്ങി വെച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ ശിവഗിരി സമ്മേളനത്തിൽ അത് ഒന്നുകൂടെ സജീവമായി മാറുകയുമാണ്. ഈ സനാതനധർമ്മം അങ്ങോട്ട് എടുത്തിട്ട് കഴിഞ്ഞപ്പോൾ അതിനു മുൻപ് പിണറായി പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ അങ്ങ് അത് ആ സ്ക്രീനിൽ നിന്നങ്ങ് അപ്രത്യക്ഷമാവുകയും സനാതനധർമ്മത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തു. സനാതനധർമ്മത്തെ പറ്റി പലരും പല തെറ്റായ ധാരണകളിലൂടെയുമാണ് കടന്നു പോവുകയും ചെയ്യുന്നത്. പ്രസ്താവന നടത്തിയവരെ തെറ്റിദ്ധരിക്കുന്നു. അങ്ങനെ പല പല വിഷയങ്ങളായിട്ടത് മാറുകയും ചെയ്തു. അത് ഇപ്പോൾ അത് ഏത് തരത്തിൽ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ പലരും അതിനകത്തുനിന്ന് കൈ കഴുകി അങ്ങ് മാറുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നല്ലേ? അതിന് സനാതനധർമ്മം എന്തോന്ന് വിശദീകരിക്കാൻ പറ്റുന്ന ആരുണ്ട്? അത് ഒരു വിഷയത്തെപ്പറ്റി സ്വാമി ഒരു അഭിപ്രായം പറഞ്ഞു. അതിനെ അഭിപ്രായത്തെ സപ്പോർട്ട് ചെയ്ത് പിണറായി വിജയൻ പറഞ്ഞു. പിണറായി വിജയൻ വളരെ ബുദ്ധിപൂർവ്വം രാഷ്ട്രീയം കളിച്ചതാണ്. അതിപ്പോൾ ഇന്നും അടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. പിണറായി വിജയൻ പറഞ്ഞു ഈ ശിവഗിരി സ്വാമി സനാതനധർമ്മത്തെ പറ്റി പറയുക, ആചാരങ്ങളെ പറ്റി പറയുകയൊക്കെ ചെയ്തപ്പോൾ ഉടുപ്പിടുന്നതിനകത്ത് അമ്പലത്തിൽ ഉടുപ്പൂരി കയറ്റുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പിണറായി വിജയൻ പറഞ്ഞു 100 കൊല്ലം പുറകിലോട്ട് പോവുകയാണ്, ഇപ്പോഴും ഉടുപ്പിടാതെ ഉടുപ്പിട്ട് കയറിയാലെന്തോ എന്നുള്ള രീതി പുള്ളി സംസാരിച്ചു. ഇത് NSS ജനറൽ സെക്രട്ടറി, ഞാൻ മനസ്സിലാക്കുന്നതാണെന്ന് പറയും, NSS ജനറൽ സെക്രട്ടറി ഏറ്റെടുക്കുന്നു, ആചാരങ്ങളെ പുച്ഛിക്കുന്നു. ഹിന്ദു ആചാരങ്ങളിലെ കാര്യം പറയുന്നതിന് മാത്രം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ താല്പര്യം കാണിക്കുന്നു. പ്രധാനമായിട്ടും പിണറായി വിജയനെയും CPM-നെയും കോട്ട് ചെയ്ത് പറഞ്ഞു. ബാക്കി സമുദായങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഈ ചോദ്യത്തിന് വേണ്ടിയാണ് പിണറായി വിജയൻ ആ വർത്തമാനം പറഞ്ഞത്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പിണറായി വിജയൻ ഉന്നയിക്കുന്ന രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മുസ്ലിം തീവ്ര രാഷ്ട്രീയത്തിന് അനുകൂലമായിട്ട് ഇവിടുത്തെ CPM നിൽക്കുന്നു. അതിനകത്ത് CPM-ൻ്റെ ആ നില ശരിയല്ല എന്നാൽ ഞങ്ങൾക്കതിന് താല്പര്യമില്ല. PFI-കാരനെയും ജമാഅത്ത് ഇസ്ലാമിക്കാരനെയും ഇവിടുത്തെ SDPI-കാരനെയും ഒക്കെ പ്രൊമോട്ട് ചെയ്ത് വോട്ട് മേടിക്കുന്ന രീതിയോട് ഞങ്ങൾക്ക് താല്പര്യമില്ല. അവർ രാജ്യവിരുദ്ധ ശക്തികളാണ്, അതിൻ്റെ ഭാഗമാണ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയും മുസ്ലിം ലീഗ് ഉൾപ്പെടെ ഇവരുൾപ്പെടെ ഇയാൾ ഹിന്ദു വിരോധിയോ പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾ RSSൻ്റെ താല്പര്യം സംരക്ഷിക്കുന്ന ആളാണ്, ഹിന്ദുവിന് വേണ്ടി മാത്രം പറയുന്ന ആളാണ്, മുസ്ലിം താല്പര്യം സംരക്ഷിക്കുന്ന ആളല്ല എന്ന് പ്രചരണം നടത്തി മുന്നോട്ട് പോകുമ്പോൾ അതിന് വെച്ച ചെക്കാണ് പിണറായി വിജയൻ്റെ ഈ പ്രസ്താവന. അത് ഹിന്ദുവിനറിയാം, സാറിനറിയാവുന്ന പോലെ ഞാൻ ഹിന്ദുവോ സാറ് ഹിന്ദുവോ. ചില അമ്പലത്തിൽ ഉടുപ്പിട്ടുകൊണ്ട് കയറാം, ചില അമ്പലത്തിൽ ഉടുപ്പിടാതെ കയറണം. ഓരോ അമ്പലത്തിൻ്റെയും പ്രതിഷ്ഠയ്ക്ക് ഓരോ ഭാവത്തിനനുസരിച്ച് മന്ത്രമുണ്ട്, ആചാരമുണ്ട്, ഇതുണ്ട്. ഇതൊന്നും ഒരു വിഷയമല്ല. ഇത് ശബരിമലയിൽ ഷർട്ടിട്ട് കയറാം, കറുത്ത മുണ്ടെടുത്തുകൊണ്ട് കയറാം, കറുത്ത മുണ്ടെടുത്തുകൊണ്ട് കയ്യിൽ കൊടുത്തുകൊണ്ട് വേറെ ഏതെങ്കിലും അമ്പലത്തിൽ കയറാൻ പറ്റുമോ? പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ കയറാൻ പറ്റുമോ? ശബരിമല കയറാൻ പറ്റുമോ? ഗുരുവായൂർ കയറാൻ പറ്റുമോ? അപ്പോൾ ഇത് നമുക്ക് വളരെ കൃത്യമായിട്ട് ഹിന്ദുക്കൾക്ക് അറിയാം, ഓരോ അമ്പലത്തിൻ്റെ ഒരു ആചാരം. പക്ഷേ മറ്റവർക്ക് കിട്ടുമ്പോൾ നല്ല സുഖം വരും. അപ്പോൾ ഇതിനകത്ത് ഇത് കണ്ടുകൊണ്ട് ഏതെങ്കിലും കാരണവശാൽ പിണറായി വിജയനോട് എന്തെങ്കിലും കോട്ട് ചോദിക്കുന്നതിനും പിണറായി വിജയനെ എതിരാക്കുന്നതിനും വേണ്ടി നിൽക്കുന്ന ആളാണല്ലോ ഈ പറയുന്ന NSS ജനറൽ സെക്രട്ടറി. NSS സെക്രട്ടറി ഹിന്ദുവിൻ്റെ ആളായിട്ട് അങ്ങ് അവതരിച്ചു. NSS ജനറൽ സെക്രട്ടറി ഹിന്ദുവിൻ്റെ ആളായിട്ട് അവതരിക്കുമ്പോൾ അപ്പോഴത്തോന്നത് ചിന്മയാനന്ദ സ്വാമി ഉൾപ്പെടെ ഇവിടുത്തെ മതശ്രേഷ്ഠന്മാർ ഇതിനെപ്പറ്റി പറയാൻ ആധികാരികമായിട്ട് കഴിയുന്ന ആൾക്കാർ പറഞ്ഞ് എന്തിനായി ഉടുപ്പിൻ്റെ കാര്യം? അല്ലെങ്കിൽ ഉടുപ്പിട്ടാൽ ഇട്ടില്ലേലെന്തോ, ഉടുപ്പിടണ്ടാത്തവൻ ഇടണ്ട, ഉടുപ്പിടുന്നവൻ ഇട്ടോട്ടെ, അതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് വന്നു. അപ്പം NSS ജനറൽ സെക്രട്ടറി പറഞ്ഞ ഭാഗം അവിടുന്ന് പോയല്ലോ. അതിനെ ആ പുള്ളി ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ധ്രുവീകരണം ഉണ്ടായിക്കൊണ്ട് വരുന്നതിന് സാധിക്കാത്തൊരവസ്ഥ ഒന്നുമില്ല സാറേ സന്യാസിമാരുടെ വിഷയത്തിൽ. ആ വിഷയത്തിനകത്ത് ഞാൻ ഹിന്ദുവിൻ്റെ അനാചാരത്തിനും ഹിന്ദുവിൻ്റെ ഇതുപോലുള്ള കാര്യങ്ങൾക്കും എതിരാണെന്ന് ബാക്കിയുള്ള സമുദായത്തെ പിണറായിക്ക് ബോധ്യപ്പെടുത്താൻ സാധിച്ചു. കൂടെ ഇവിടുത്തെ ഹിന്ദുവിന് ക്ഷതമേക്കാത്ത രീതിയിൽ കൊണ്ടുപോകാനും സാധിച്ചു. ഹിന്ദുവിന് ഈ വിഷയം ഏറ്റെടുക്കേണ്ട. പക്ഷേ ശബരിമല വിഷയം അങ്ങനെ അല്ലായിരുന്നു. ശബരിമല വിഷയം എന്ന് പറഞ്ഞാൽ ഹിന്ദു ഏറ്റെടുക്കും. ഈ പറയുന്ന താഴെ തട്ടുകൊട്ടുള്ള എല്ലാ വിഭാഗവും ഏറ്റെടുത്തു. പിണറായി അവിടെ കണക്കുകൾ തെറ്റിപ്പോയത് കാരണം ശബരിമല വിഷയം എന്ന് പറഞ്ഞാൽ ദേവൻ്റെ വിഷയം, ലോകത്തിലെ ഏറ്റവും വലിയ അമ്പലം, അത് കേരളക്കാരൻ്റെ അഭിമാനത്തിൻ്റെയും അല്ലെങ്കിൽ അവൻ്റെ ആചാരത്തിൻ്റെയും ഭാഗമായിട്ടിരിക്കുന്ന. എല്ലാവരും വിചാരിച്ചത് ശബരിമല വിഷയം പോലെ കത്തി കയറും. കയറത്തില്ല. അതിന് ഞാനീ പറഞ്ഞ അർത്ഥമാ. സാറിന് അതിനകത്ത് വികാരം വല്ലതും തോന്നി? അമ്പലത്തിൽ ഒന്നുമില്ല, ഒന്നുമില്ലാത്തോട്ട് തോന്നാതെ.
അല്ലെങ്കിൽ നമുക്കൊക്കെ തോന്നും, അതിനകത്ത് കാര്യമുണ്ടേ തോന്നും. ശബരിമല വിഷയം നമുക്ക് തോന്നിയായിരുന്നല്ലോ, തോന്നിയായിരുന്നല്ലോ. എന്തിനാവശ്യമില്ലാത്ത വിഷയത്തിനകത്ത് വാക്കുകൾ ഇടപെടുന്നത് അവിടെ. അന്നും നമ്മൾ അന്നും ഹിന്ദു ജനം മര്യാദയ്ക്കിരുന്നു, നമ്മൾ പ്രകടനമൊക്കെ. പക്ഷേ 2 സ്ത്രീകളെ കൊണ്ടൊന്നും ബലമായിട്ട് അവിടെ കയറ്റുന്നതിന് വേണ്ടി പിണറായി വിജയൻ തയ്യാറാവുകയും ഇതൊരു എന്താ പറയുക, നമ്മൾ പറയത്തില്ലേ, അതൊരു വലിയ സംഭവമായിട്ട് ചിത്രീകരിക്കുകയൊക്കെ ചെയ്തപ്പോൾ പിണറായി വിജയൻ്റെ കയ്യിൽ നിന്ന് സംഭവം കാര്യമൊന്നും. അതാണ് അവിടെ പറ്റിയത്. അപ്പോൾ ഇതിനകത്ത് അങ്ങനെയല്ല, ഇതിനകത്ത് കൃത്യം പൊളിറ്റിക്സാണ്. ഇതിനകത്ത് ഇദ്ദേഹം പറയുന്നത് ഏതിൻ്റെ അനാചാരം, ഏതിൻ്റെയും പ്രശ്നങ്ങൾ ഞാൻ പറയുന്നതിന് വേണ്ടി തയ്യാറാകും. അത് ഹിന്ദുവിന് നോവാതെ മുസ്ലിമിനെ സൂചിപ്പിച്ച് അങ്ങ് നിർത്തി. അപ്പം ബാക്കിയുള്ളവരുടെ ഇടയിൽ ഈ പറയുന്ന തീവ്രത ഇല്ലാത്ത മുസ്ലിങ്ങളുടെ ഇടയിൽ തോന്നലും വന്നു. അദ്ദേഹം മതനിരപേക്ഷവാദിയാണ്. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ആരുടെയും അല്ലെങ്കിൽ മതപരമായിട്ട് കൂടുതൽ വികാരപ്പെടുന്നവരുടെ അഭിപ്രായത്തിനൊന്നുമില്ല. മതനിരപേക്ഷവാദി. 2026 UDF എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനെ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ആളായിട്ട് ചിത്രീകരിക്കുകയും അത് ശരിയാണെന്ന് തോന്നുന്ന രീതിയിൽ അതിൻ്റെ ഇടപെടലിന് മൊത്തം മുസ്ലിം ലീഗ് നേതൃത്വം കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് ഈ രീതിയിലേക്കുള്ളൊരു പോക്ക്. അതായത് ഏതർത്ഥത്തിലും അധികാരത്തിൽ വരാൻ സാധ്യത കുറഞ്ഞുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ തമ്മിത്തല്ലുകൊണ്ട് അതിനകത്ത് തന്നെ പ്രശ്നം ഉണ്ടായിരിക്കുന്ന, അതിനകത്ത് കൃത്യമായിട്ട് അതിനെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഏറ്റവും ബലം നൽകുന്ന ഒരു പാർട്ടി മാറി നിൽക്കുമ്പോഴാണ് സർവസമ്മതനാവാൻ വേണ്ടി പിണറായി വിജയൻ വളരെ കൃത്യമായ പൊളിറ്റിക്സ് കളിച്ച് മുന്നോട്ട് പോകുന്നത്. ഈ വയനാട് ഉപതെരഞ്ഞെടുപ്പ് മുതൽ അദ്ദേഹം ഈ ലീഗിനെയും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയെയും ഒക്കെ ഇട്ട് നന്നായിട്ട് വിമർശിക്കുന്നുണ്ട് അല്ലേ? അതെ, അതിനകത്ത് പറഞ്ഞേക്കുന്നത് പറയാം, അൻവറിനെ അവർ ഈ മുസ്ലിം ലീഗിൻ്റെ ഭാഗമാകുന്നതിനും മുസ്ലിം ലീഗിൻ്റെ തീവ്ര നിലപാടുള്ളവരെ ഇതിനകത്ത് കൊണ്ടുവരുന്നതിനും വേണ്ടി കളിച്ച രാഷ്ട്രീയം മൊത്തം പൊളിച്ചു. ജലീൽ രാഷ്ട്രീയം പൊളിഞ്ഞു, അൻവർ രാഷ്ട്രീയം പൊളിഞ്ഞു. ഇവരെ മൊത്തം തിരിച്ച് അവരങ്ങ് പർച്ചേസ് ചെയ്തു. ജലീൽ ഇങ്ങനെ നിൽക്കുന്നെങ്കിലും ജലീൽ പറഞ്ഞല്ലോ, ഞാൻ ഈ രാഷ്ട്രീയം നിർത്തി, ഞാൻ ഇനിയും സജീവ രാഷ്ട്രീയത്തിലില്ല. അതിൻ്റെ അകത്തൊക്കെ വളരെ ഒരു ചവിട്ടിപ്പിടുത്തമുണ്ട്. സാറിന് മനസ്സിലായിട്ടുണ്ടോ? അൻവർ ആരുടെ രാഷ്ട്രീയമാണ് പറയുന്നത്? അൻവർ പക്ക മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മുസ്ലിങ്ങളുടെ ഭാഗമായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയനെ RSSൻ്റെ കോട്ടയെ കൊണ്ട് കെട്ടുന്നതിന് വേണ്ടി അൻവർ. പക്ഷേ അവിടെയും അൻവറിന് തെറ്റി. പിണറായി വിജയൻ എന്ന് പറഞ്ഞ രാഷ്ട്രീയക്കാരൻ പിണറായി ആഗ്രഹിച്ച രാഷ്ട്രീയം അവിടെ സംഭവിച്ചത്. ഇപ്പോൾ പിണറായി ആഗ്രഹിച്ച രാഷ്ട്രീയം അവർ പറഞ്ഞത്. അതോടുകൂടി പിണറായി ഹിന്ദു വോട്ട് ബാങ്കിൻ്റെ അതിർത്തി ഒരു പരിധിവരെ മറികടന്നെന്നാണ് ഞാൻ എൻ്റെ ഇത്രയും നാളത്തെ ശീലം കൊണ്ട് മനസ്സിലാക്കുന്നത്. പഴയ ഉള്ള ഒരു വികാരത്തിൽ നിൽക്കുന്നില്ല. പോയത് തിരിച്ചു വരുമെന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ ഇനി പോകുന്നതിന് വേണ്ടി അല്പം അടുത്ത പ്രാവശ്യം ഇവിടുത്തെ UDF അധികാരത്തിൽ വരാതിരിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ BJPക്കകത്ത് കുറേ ആൾക്കാർ തീരുമാനമെടുത്താലും കുറ്റം പറയാൻ പറ്റത്തില്ല. അവർക്ക് ശത്രു ഇപ്പം CPMനെക്കാട്ടിൽ കൂടുതലായിട്ടുള്ളത് മുസ്ലിം ലീഗും UDF ആണ്. കാരണം മുസ്ലിം ലീഗിൻ്റെ അടുത്ത് പോലും അത്രയും ശത്രുതയില്ല, കോൺഗ്രസിനകത്ത് അതിനപ്പുറം ശത്രുതയുണ്ട്. കാരണം മുസ്ലിം ലീഗ് പ്രൊമോട്ട് ചെയ്യുന്നതിനെക്കാട്ടി ഇവിടുത്തെ വർഗീയ ധ്രുവീകരണത്തെ അല്ലെങ്കിൽ വർഗീയ പാർട്ടികൾ ഭീകരവാദികളായിട്ടുള്ള SDPക്കാരനും ജമാഅത്തെ ഇസ്ലാമിയെയും ഭാഗമാക്കി ചേർത്ത് നിർത്തുന്നതിന് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർ മത്സരിക്കുന്നൊരവസ്ഥയുണ്ട്. അത് ഇവിടുത്തെ പൊതുരാഷ്ട്രീയ രംഗത്ത് പൊതുജനങ്ങൾക്കിടയിൽ വളരെ കൃത്യമായിട്ട് ചർച്ചയാക്കുന്നതിന് വേണ്ടി LDF ശ്രമിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ തീവ്ര നിലപാടുള്ളവരുടെ കൂടെ ഇല്ല. അത് ഹിന്ദുവിൻ്റെ കൂടെ ആയാലും ക്രിസ്ത്യാനിയുടെ കൂടെ ആയാലും മുസ്ലിമിൻ്റെ കൂടെ ആയാലും ഞങ്ങൾ മതനിരപേക്ഷതവാദിയാണ്. അതുകൊണ്ട് വീണ്ടും ഞങ്ങൾക്ക് അധികാരത്തിൽ വരുന്നതിന് വേണ്ടി നിങ്ങളുടെ സഹായം വേണം. ഇതാണ് കഴിഞ്ഞ ദിവസത്തെ ശിവഗിരി സമ്മേളനത്തിലെ സ്വാമിയുടെ പ്രസംഗം ഏറ്റെടുത്ത് പിണറായി വിജയൻ കളിച്ച രാഷ്ട്രീയം. പിണറായി വിജയൻ കളിച്ച രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ 2026 തുടർച്ചയായിട്ട് വീണ്ടും LDF അധികാരത്തിന് വേണ്ടി വരുന്നതിനും UDFൻ്റെ കടയ്ക്കൽ അല്ലെങ്കിൽ അവസാന ആണി എന്ന് പറയത്തില്ല, അവസാന ആണിയും അടിച്ചു മുന്നോട്ട് പോകുന്ന ഒരു പൊളിറ്റിക്സാണ് പിണറായി വിജയൻ കളിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഇവിടുത്തെ ആൾക്കാർക്ക് മനസ്സിലാവാത്ത പൊളിറ്റിക്സ്. ശിവഗിരി മഠത്തിലെ സ്വാമി പറഞ്ഞപ്പോൾ SNDPയുടെ ഭാഗമായിട്ട് SNDP മൊത്തം സ്വാമി ഉൾപ്പെടെയുള്ള പിണറായി അനുകൂലമായിരുന്നു. സാറ് ശ്രദ്ധിച്ചോ? SNDPയുടെ അടുത്ത് ശിവഗിരി മഠത്തിൽ വന്ന് സംസാരിച്ചു. അതിനെ NSS എതിർത്തു. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഇഴവിവാഹത്തിന്റെ വോട്ട് ചോർന്നു എന്ന് CPM മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെയാണ് അവരെ ചേർത്ത് നിർത്താനുള്ള ശ്രമം. ഇവിടെ അത് തന്നെ നടന്നത്. ഇവിടെ ഈ പ്രസംഗം കൊണ്ട് വലിയ ഗുണമാണ്. മുസ്ലിം സമുദായത്തിന്റെ ഇടയ്ക്ക് ഞാനീ പറഞ്ഞ അല്ലെങ്കിൽ അദ്ദേഹം മതേതരവാദിയാണെന്ന് സംസാരിക്കാൻ അല്ലെങ്കിൽ ആ തോന്നൽ വരുന്നതിൻ്റെ കൂടെ SNDPയും കൂടെ ഭാഗമാക്കി. ആ സ്വാമി പറഞ്ഞില്ലേ, ഞാനും പറയാം. സ്വാമി ഉടുപ്പിടണ്ടെന്ന് ഉടുപ്പിട്ടുന്ന കുഴപ്പമില്ല, ഞാനും അതല്ലേ പറഞ്ഞു. അപ്പം അതിനെതിരെ ഇപ്പം എന്തിനാ NSSൻ്റെ ജനറൽ സെക്രട്ടറി കയറി പിടിക്കുന്നത്? അപ്പം നമുക്കങ്ങനെ
ഭയങ്കര പല രീതിയിൽ സാർ ഇതായി. ഇന്നലെ ഗണേശൻ പറയേണ്ടി വന്നില്ലേ, പല അമ്പലങ്ങളും പല ആചാരമാണ്. പല ആചാരമാണ്. ഇത് തന്നെയല്ലേ എല്ലാ ഹിന്ദുവിന്റെ അഭിപ്രായം. അതെ. അപ്പൊ അത് ആരുടെ ഭാഗമായിട്ട് എന്താ? അപ്പൊ ഇതിനകത്തൊന്നും ആരും കയറി പിടിക്കേണ്ട കാര്യമില്ല. ഇതിനകത്ത് ആരും കയറി പിടിക്കേണ്ട എന്ന് പറഞ്ഞാൽ അത് പിണറായി വിജയൻ പറഞ്ഞതിനകത്ത് വലിയ മെയിൻ ചെയ്യണ്ട. അതിനുവേണ്ടി അയാളെ കൊണ്ട് അങ്ങനെ പറയിച്ചേ. മനസ്സിലാണ്. ബാക്കിയുള്ള ഇന്നലെ മുരളി എടുത്ത് ചോദിച്ചു, മുരളി പറഞ്ഞില്ലേ പല അമ്പലത്തിൽ പല ആചാരമാണ്. പ്രതിപക്ഷ നേതാവിനെടുത്ത് ചോദിച്ചു, പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞ് അത് എനിക്ക് എന്താ കയറി പിടിക്കേണ്ട കാര്യമില്ല. പിന്നെ എന്തിനാ ആരാ പിടിച്ചേ, എവിടാ പിടിച്ചേ, എന്തിനാ പിടിച്ചേ, എന്തിനാ അഭിപ്രായം ചോദിപ്പിച്ചേ? കഴിഞ്ഞല്ലോ. ഒന്നുമില്ല, ആർക്കും അഭിപ്രായമില്ല. ഉണ്ടോ? ആർക്കും അഭിപ്രായമില്ല. എന്നാൽ വേണ്ട കാര്യങ്ങൾ നടന്നു. അതാണ് പിണറായി.